നമസ്കാരം. കേരള പോലീസിനെ പതിറ്റാണ്ടുകളായി വെട്ടിച്ച് ഒളിവിൽ കഴിയുന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് വിദേശത്ത് വേറെ പേരിൽ ജീവനോടെയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചാനൽ വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. 24 ന്യൂസ് പുറത്തുവിട്ട വാർത്തയിലാണ് കേരള പോലീസിന്റെ പ്രതികരണം. ഇത്തരത്തിലുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ പക്കലില്ലെന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിശദീകരണം. അതേസമയം സുകുമാരക്കുറുപ്പ് വിദേശത്തെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്റർപോളിൽ നിന്നും വിവരം തേടും. മാധ്യമങ്ങളിൽ വന്ന വ്യക്തിയുടെ വിവരമാണ് ഇന്റർപോളിൽ നിന്ന് ആവശ്യപ്പെടുക. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ 42 വർഷം നീണ്ട അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി പുതിയ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനം എന്താണെന്ന് വ്യക്തമല്ലെന്ന നിലപാടിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബ്രൂണയിൽ സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടെന്ന വാർത്തകളാണ് 24 ന്യൂസ് അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടത്. ഒരു സൈബർ വിദഗ്ധൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിത്രങ്ങളുടെയും ബന്ധുക്കളുടെയും ഫോൺ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്തിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ഒളിവിൽ കഴിയുന്നുവെന്ന അവകാശവാദവുമായി മുൻ അന്വേഷണ സംഘാംഗം അലി അക്ബർ രംഗത്ത് വന്നിരുന്നു. കുറിപ്പിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ചിത്രവും അലി അക്ബർ പുറത്തുവിട്ടിരുന്നു. 2023 എടുത്ത ഫോട്ടോയാണിതെന്നും അലി അക്ബർ അവകാശപ്പെടുന്നു. കാറിൽ വന്നിറങ്ങുന്നതും ഹോട്ടലിൽ പോകുന്നതും വീട്ടിൽ താമസിക്കുന്നതും അടക്കം വിശ്വസനീയമായ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. മലേഷ്യ ബ്രൂണൈ അതിർത്തിയോട് ചേർന്ന സിംപാങ് എന്ന സ്ഥലത്ത് വ്യാജപേരിൽ ഇയാൾ താമസിക്കുന്നുണ്ടെന്നും 1991 മുതൽ വിദേശത്ത് ഒളിവിലായ ഇയാൾ നാട്ടിലുള്ള കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നുമായിരുന്നു വാർത്തകൾ. വിദേശത്ത് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നതെന്നും വാദമുയർന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാത്രം മുൻനിർത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയില്ല. ബ്രൂണൈയിലെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന വയോധികൻ തൃശൂർ സ്വദേശിയായ മറ്റൊരു വ്യക്തിയാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. എങ്കിലും വിഷയം പോലീസ് ഗൗരവത്തോടെ അന്വേഷിക്കും. അതേസമയം തീരുമാനമാകാത്ത പഴയ കേസുകൾ തീർപ്പാക്കുന്നതിന് ഭാഗമായി ക്രൈംബ്രാഞ്ച് 3 മാസം മുൻപാണ് കേസിലെ ഫയലുകൾ വീണ്ടും തുറന്നത്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് സുകുമാരക്കുറുപ്പിനായിട്ടുള്ള അന്വേഷണം പുനരാരംഭിച്ചത്. കൊൽക്കത്തയിൽ ജോലി ചെയ്തിരുന്ന ആലപ്പുഴക്കാരിയായ രത്നമ്മ എന്ന നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുറുപ്പ് മരിച്ച നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇവർ ജോലി ചെയ്ത ആശുപത്രിയിൽ 40 വയസ്സുള്ളപ്പോൾ കുറുപ്പ് കടുത്ത ഹൃദ്രോഗത്തെ തുടർന്ന് ICUവിൽ ചികിത്സയിലായിരുന്നുവെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. ഹൃദ്രോഗിയായ ഇയാൾ പിന്നീട് ഇങ്ങോട്ടുള്ള 40 വർഷം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. മാത്രമല്ല കുറുപ്പിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ഉറ്റ ബന്ധുക്കൾക്ക് നിലവിൽ ഇയാളുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതോടെ ശാസ്ത്രീയ തെളിവുകളോ മരണ സർട്ടിഫിക്കറ്റോ കൈവശമില്ലെങ്കിലും ഇനി ജീവിച്ചിരിക്കാൻ വഴിയില്ല എന്ന നിഗമനത്തിൽ കേസ് ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പുതിയ വിവരങ്ങൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1984 ജനുവരി 22-നാണ് കേരളത്തിൽ നടക്കിയ ക്രൂരകൃത്യം നടക്കുന്നത്. ഗൾഫിൽ ജോലിയുണ്ടായിരുന്ന സുകുമാരക്കുറുപ്പ് സ്വന്തം പേരിലുള്ള 8 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താൻ മരിച്ചെന്ന് വരുത്തി തീർക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ഇതിനായി സ്വന്തം രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ കാറിൽ കയറ്റി മദ്യം നൽകി ബോധം കെടുത്തി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം കാറിലിട്ട് തീ കൊളുത്തി കുറുപ്പ് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയെങ്കിലും പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പോലീസിന് സത്യം മനസ്സിലായി. കേസിലെ കൂട്ടുപ്രതികളായ ഭാസ്കർ പിള്ള ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന സൂത്രധാരനായ സുകുമാരക്കുറുപ്പ് അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയതുപോലെ അപ്രത്യക്ഷനാകുകയായിരുന്നു. 4 പതിറ്റാണ്ടായി പോലീസിന് പിടികൊടുക്കാത്ത ഈ സംഭവത്തിൽ പുതിയ അവകാശവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് ഏതുവിധേന അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്.